രാവിലെ തന്നെ ഞാൻ നേരെ നമ്മുടെ താമരത്തോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും പൂത്ത് നിൽക്കുന്ന നമ്മുടെ യെല്ലോ പിയാണ് ഒരു 3-4 ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല വലിയ ഫ്ലവറിങ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു താമരയുടെ ട്യൂബർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് കമൻറ്റായിട്ട് പറഞ്ഞു വെയിറ്റിംഗ് ഫോർ യെല്ലോ പിയോണിയുടെ ട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ട്യൂബർ എടുക്കുള്ളൂ കേട്ടോ. ശരി, കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വൈറ്റ് കളർ തോന്നുമെങ്കിലും ആക്ച്വലി ഇത് വൈറ്റ് കളറല്ല. കുറേ പേര് പറഞ്ഞ് പച്ച കളറാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് പച്ചയല്ല വെള്ളയല്ല കേട്ടോ. ഒരു യെല്ലോ ലൈറ്റായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വൈറ്റാണെന്ന് തോന്നുള്ളൂ കേട്ടോ. ശരിക്കും ഇത് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ പേരും യെല്ലോ പിയോണി എന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലവറിങ് തരും. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, കണ്ടില്ലേ? ഇപ്പോൾ എൻ്റെ സ്വന്തം വീടാണേ. അപ്പം നമുക്ക് ഇത്രയും വിശ്വാസമായില്ലേ. ഇപ്പോൾ ഇത് പെട്ടെന്ന് പൂക്കുന്ന ചെടിയാണ്, അതും നമുക്ക് കുറേ പൂക്കൾ തരും. ഇനിയും കുറേ മൊട്ടുണ്ട് അതിനകത്ത്. അപ്പം നമ്മളിത് ചുമ്മാ അങ്ങ് നട്ടുകൊടുത്താൽ മാത്രം പോരാ കേട്ടോ. ശരിക്കും വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ രീതിയിൽ മാത്രമേ മെയിൻ്റെനൻസ് ഉള്ളൂ കേട്ടോ. മറ്റുള്ള നമ്മൾ നോർമൽ ചെടികളെ ഇപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്താ വെച്ചാൽ അത് വെള്ളത്തിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ സൂര്യനൊക്കെയുള്ള സമയത്ത് ജസ്റ്റ് വെള്ളം വറ്റുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെപ്പോഴും അതിൻ്റെ ചെടീൻ്റെ ഇടയിലുള്ള വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉണങ്ങി കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ പായലുണ്ടാവും. കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണണം എന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ ടൊമാറ്റോ നല്ല വലിയ ഫ്ലവറാണ്. ഞാനിപ്പോൾ നട്ടിട്ടിപ്പോൾ അങ്ങനെ 1 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എന്തേ 3-4 ബഡ് ഉണ്ട്. ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴും അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഓരോ ബഡ് വരും കേട്ടോ. ഞാനിത് നട്ട ശേഷം പിന്നെ യാതൊരു വളം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ശരിക്കും നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവറിങ് തരും. നല്ല ഫ്ലവറിങ് നല്ല കളറുണ്ടാവും. അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ വളങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാൻഡിങ് ലീഫ് നമുക്ക് കണ്ടറിയാം. ഇവിടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ആ സമയത്ത് നമ്മൾ NPK DAP എന്ന് പറഞ്ഞ സാധനം കൂടെ ഓരോ സ്പൂൺ എടുക്കുക. ഒരു ന്യൂസ് പേപ്പറിനകത്തേക്ക് ചുരുട്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ കുഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കെന്താ പറയുക, അത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ ഫ്ലവറിങ് നല്ല ഗ്രോത്തും നല്ല കളറും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ NPK DAP ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ട്യൂബറും വലുതായിരിക്കും, ചെടി നല്ല ഭംഗിയിൽ വൃത്തിയിൽ വരും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മുടെ ഫോറിൻ്റെ കേട്ടോ. ഇതിനകത്തും കുറേ വേസ്റ്റ് കാര്യങ്ങളുണ്ട്. പാഷാർ ഒരുപാടുണ്ട്. പാഷാർ എന്ന് പറഞ്ഞാൽ പായൽ, ഞങ്ങൾ പാലക്കാട്ടിൽ പാഷാർ എന്നൊക്കെയാണ് പറയാം. പായലും ധാരാളം ഉണ്ടാവും. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴേലൊക്കെ നമുക്ക് സമയം കിട്ടുമ്പം ഒരു 10 മിനിറ്റ് അത്ര മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വെള്ളം ഇതിലെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കൊണ്ട് വെള്ളം കുറച്ച് നിറച്ച് കൊടുക്കുക. അതിനൊപ്പം തന്നെ അതങ്ങനെ വേസ്റ്റൊക്കെ ഉണ്ടാവും. പൂക്കളിൻ്റെ മിക്സും വേസ്റ്റ് എന്ന് പറയുന്നത് പായൽ വരാറുണ്ട്. പിന്നെ പൂക്കളുടെ വേസ്റ്റ്, കരിഞ്ഞ ഇല, അങ്ങനത്തെയൊക്കെ ആട്ടോ വേസ്റ്റുകളായിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ പെറുക്കി കൊടുക്കുക കേട്ടോ. പെറുക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് കാണുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. കുറച്ചും കൂടി വൃത്തിയും അതുപോലെ കാണാനൊക്കെ ഭംഗിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വെള്ളം പ്രോപ്പറായിട്ട് നിറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പം ഗ്രോത്ത് ഇത്തിരി കമ്മിയാണ്. നമ്മുടെ കാവേരി കേട്ടോ. അപ്പം കാലാവസ്ഥയായിരിക്കും. ബാക്കിയെല്ലാം നല്ല രീതിക്ക് ലീഫുകളും കാര്യങ്ങളൊക്കെ വന്നു. ഇതിപ്പോൾ 3-4 ലീഫുണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പായശാറും ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇടയിലൂടെ കൈയിട്ട് നോക്കി കേട്ടോ, മറ്റേ പുതിയ എന്തെങ്കിലും ലീഫ് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ തപ്പി നോക്കിയ സമയത്ത് അതിനകത്ത് ലീഫുണ്ട്. പുതിയൊരു ബഡ് വരുന്നുണ്ട്. ബഡല്ല കേട്ടോ, പുതിയൊരു നോടൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കാവേരി നമ്മൾ ട്യൂബറെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇത് ഞാൻ അന്ന് നട്ടതാട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് വലിയ ഗ്രോത്ത് കിട്ടിയിട്ടില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ 1-2 ഇല ലീഫൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സെറ്റായിക്കോളും കേട്ടോ. പിന്നെ വളങ്ങൾ ചെയ്യണം. അതിലിപ്പോൾ സമയം കണ്ടെത്തണം ഞാൻ. അപ്പം ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞാൻ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ കാണുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് മറക്കരുത് കേട്ടോ. കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട്, പക്ഷേ ലൈക്ക് ഇടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാണുന്ന ആൾക്കാരും ലൈക്ക് ഇടുന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് സഹായിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സജഷൻസൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളും ഡൗൺ ആയി പോകും. നമുക്ക് ഇടാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ കാണണം, അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കാണുന്ന വീഡിയോയ്ക്ക് ഓരോ ആൾക്കാരും കമൻറ്റായിട്ട് ഇടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പുതിയ പുതിയ സജഷൻസ് ഒരുപാട് പേര് സജഷൻ പറയേണ്ട, അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ പറയും. അത് നമ്മളതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടോ.
അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ കാണുന്നത് അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഫോളോ ചെയ്ത് വയ്ക്കുക, നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കാവേരിയിൽ കുറേ പായലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വെള്ളം നിറച്ചതിനൊപ്പം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് തള്ളി പുറത്തോട്ട് കളഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ കാണാനൊരു ചെറിയൊരു പ്രത്യേക ഭംഗിയായിരിക്കും. പുതിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുമ്പം വളങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ.